Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ആര്യയുടെ റിവ്യൂ ആയിട്ടാണ്. ഒരുപാട് ആൾക്കാർ കമന്റ്സ് ഇട്ടിരുന്നു ആര്യയുടെ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. Jet planes in the night sky with you. I'm getting high in the sunrise with you. I'm getting through all the bad times with you. I wasn't missing a thing, no I do. And I wish that I could put a time machine, 'cause time moves on and now you're gone. Oh, if only I could build a time machine, I'd come and get you. I can't forget you. ഇതിൻ്റെ സി സി എന്ന് പറഞ്ഞാൽ 2200 cc ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യ ഡൈക്കോർ എഞ്ചിനായിരുന്നു ആദ്യം. 2014 ശരിക്കും പറഞ്ഞാൽ വാരിക്കോർ എന്നാണ് എഞ്ചിൻ വന്നത്. ഈ ഡൈക്കോർ എഞ്ചിനായപ്പോൾ ആര്യക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിരുന്നില്ല, കാരണം അത്രയ്ക്കും മാർക്കറ്റിംഗ് ഉള്ളൊരു വണ്ടി ആയിരുന്നില്ല. വാരിക്കോർ എഞ്ചിനിലേക്കും പിന്നെ എക്സയിലേക്ക് ആര്യ മാറിയപ്പോൾ ഭയങ്കര സക്സസ്ഫുള്ളായ ഒരു വണ്ടിയായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 2200 cc മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 400 ടോർക്ക് വരുന്നുണ്ട്, 151 bhp പവർ വരുന്നുണ്ട്. 2200 cc വണ്ടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു പവർ വാരിക്കോർ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വന്നപ്പോൾ തന്നെ ഈ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് തന്നെ മാറിയെന്ന് തന്നെ പറയാം. സൗണ്ട് ഭയങ്കര സൗണ്ട്, അതായത് ഡൈക്കോർ എഞ്ചിന് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. വാരിക്കോർ എഞ്ചിന് അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. ഇന്ന സൈഡിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ആയാലും നല്ല വ്യത്യസ്തപ്പെടുത്തിയിട്ടാണ് എഞ്ചിൻ ഇറക്കിയത്. പവർ ഉണ്ട് എഞ്ചിന്. നമ്മൾ അതിൻ്റെ ടർബോ ചാർജ് ഇപ്പോൾ 153 bhp പവർ എന്ന് പറയുമ്പോൾ അതിനുള്ള പവർ ഈ വണ്ടിക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതിൻ്റെ വീൽ സൈസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം. അത്യാവശ്യം ഓഫ് റോഡ് ഇപ്പോൾ ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്നോവ ക്രിസ്റ്റയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, HCV ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ വലിപ്പത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ HCVയുടെ ഒക്കെ വലിപ്പമുണ്ട്. ആകെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് ബാക്ക് സീറ്റിൽ കറക്റ്റ് രണ്ടാൾക്ക് തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് സൈഡിൽ സ്ഥലമുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ഇത് രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. സെൻറ്റർ സീറ്റിലാണ് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റുമാണ് നല്ല സ്പേസ്ഫുള്ളായിട്ടാണ് വണ്ടി ഇന്നർ സൈഡും വരുന്നത്. പിന്നെ മൈലേജും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ട്. ഇപ്പോൾ അത് എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ ഗുണം തന്നെയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ വണ്ടി ആയാൽ പോലും 16-15 മൈലേജ് നമ്മൾക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതന്നെ ഒരു വലിയ കാര്യം. പിന്നെ നല്ല ബോഡി വെയിറ്റ് ഉള്ള കാരണം തന്നെ നമ്മൾക്ക് ലോങ് ഡ്രൈവ് ഇപ്പോൾ ഒരു 90-100 കിലോമീറ്റർ സ്പീഡിലൊക്കെ നല്ല വലിയ ഫീലൊന്നും ഇല്ലാണ്ട് തന്നെ പോകാനായിട്ട് പറ്റും. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി വണ്ടി നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പെർഫോമൻസ്, നമ്മൾക്ക് ആ ഒരു 100 കിലോമീറ്റർ സ്പീഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫീല് നല്ല രസമുള്ള ഫീൽ തന്നെയാണ്. അതായത് വല്ല വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ എർട്ടിക, നമ്മൾ വേറെ ഉള്ളത് എർട്ടിക അല്ല. അപ്പോൾ എർട്ടിക 100 എത്തിക്കുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വണ്ടിയുടെ വെയിറ്റ്, ബോഡി വെയിറ്റ് ഉള്ള കാരണം തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം ഈ വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യനെ HCയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. HC എന്ന് പറയുന്ന വണ്ടി ശരിക്കും പറഞ്ഞാൽ ആര്യ തന്നെയാണ്. വാരിക്കോർ എഞ്ചിൻ, HCക്കും പറഞ്ഞത് വാരിക്കോർ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആകെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇന്നോവയൊക്കെ കൺവേർട്ട് ചെയ്യില്ലേ, അതൊക്കെ തന്നെ. പക്ഷേ ഇതിന് ഇത്തിരി എക്സ്പെൻസീവായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ക്വാർട്ടർ പാനലിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ടുള്ള നമ്മുടെ ഫെൻഡർ, ബമ്പർ, ബോണറ്റ്, ഹെഡ്ലൈറ്റ് സാധനങ്ങളൊക്കെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബാക്കിൽ വരുന്നത് ക്വാർട്ടർ പാനൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, HCയിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ബാക്കിൽ ഡിക്കി പിന്നെ ടെയിൽ ലാമ്പ് സാധനങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആര്യനെ ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് HCയിലേക്ക് മാറ്റിയിരിക്കുന്നത്. HC എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റിൽ അറിയാം, കാണാനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും നല്ല HCV ടൈപ്പുമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി എന്ന് തന്നെ പറയാം HC. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ HC നല്ല മാർക്കറ്റിംഗ് ഉള്ള വണ്ടിയും കൂടിയാണ് കേട്ടോ. ടാറ്റയുടെ HC എന്ന് പറയുന്നത് സേഫ്റ്റിയിലും നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന വണ്ടിയാണ് HC. ഡൈക്കോർ എഞ്ചിനായിട്ട് ആയി ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കര ഇടി തന്നെയായിരുന്നു. കാരണം ഈ വണ്ടിക്ക് അത്ര മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര വലിപ്പമുള്ള വണ്ടി, ഇന്നോവക്കാളും വലിപ്പമുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ആ വലിപ്പം കണ്ടിട്ടും ആ ഡൈക്കോർ എഞ്ചിൻ്റെ സൗണ്ട്, അതേപോലെ തന്നെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാരണം ഈ വണ്ടിയുടെ മാർക്കറ്റിംഗ് തീരെ ഇടിഞ്ഞു പോവുക ചെയ്തത്. പിന്നെ ആര്യനെ വാരിക്കോർ എന്ന എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ എഞ്ചിൻ പെർഫോമൻസ് വന്നപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഇതായി. പിന്നെ HCയിലേക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഈ വണ്ടിയുടെ റേഞ്ച് തന്നെ മാറിയെന്ന് പറയാം.
പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഇന്നോവേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ വീൽ ബേസ് ഇന്നോവയ്ക്ക് വരുന്നത് 15 ഇഞ്ച് ആണെങ്കിൽ ഇതിന് വരുന്നത് 16 ഇഞ്ച് വീൽ ബേസ് വരുന്നുണ്ട്. ആര്യയുടെ ഫുൾ ഓപ്ഷൻ വണ്ടികൾക്കൊക്കെ വരുന്ന വീൽ സൈസ് എന്ന് പറഞ്ഞാൽ 19 സൈസ്, അതായത് 90 സൈസ് വരുന്നുണ്ട് വീൽ ബേസ്. ശരിക്കും പറഞ്ഞാൽ എ സിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല ചിൽഡ് എ സി എന്ന് തന്നെ പറയാം. കാരണം വിൻഡോ ഒരുപാട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ സെൻട്രൽ ഫില്ലറിൻ്റെ അവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കാണിച്ചാടാ, സെൻറ്ററിൽ ഇവിടെ എ സിയുടെ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ ബാക്കിൽ പോകുമ്പോൾ ഈ ഒരു ഫില്ലറിൻ്റെ അവിടെ, ക്വാർട്ടർ ഫൈനലിൻ്റെ ഫില്ലറിൻ്റെ അവിടെ ബാക്കിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബോട്ടിൽസ് കാര്യങ്ങളെല്ലാം വെക്കാനായിട്ട് ഇവിടെ വേണ്ട, ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. 3 സ്പേസ് ആയിട്ട് നല്ല വലിയ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ, അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സെൻറ്ററിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയ കുപ്പി വയ്ക്കാം. ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ സെയിം ആയിട്ട് തന്നെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നത്, സെൻറ്ററിൽ വരുന്നത്. നമ്മൾക്കിനി ബാക്കിലേക്ക് പോവാം. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഈ സെൻട്രൽ ഫില്ലർ, ക്വാർട്ടർ പാനലിൻ്റെ ഫില്ലറിന് 2 സൈഡിലാണ് എ സി വരുന്നത്. ഇവിടെ നമ്മൾക്ക് കുപ്പി വയ്ക്കാനായിട്ട്, കുപ്പിയും ബോട്ടിലും ഗ്ലാസ്സൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇരിക്കാൻ ഇങ്ങനെയുള്ള സ്പേസ് നമ്മൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എന്തായാലും 2 ആൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, കറക്റ്റ് ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കാല് വെക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ, അത് ശരിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ സൈഡിൽ നമ്മൾക്ക് 2 ആൾക്ക് തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. സെൻറ്ററിൽ 4 ആൾക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ, അതിനുള്ള വീതി വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇന്നോവയ്ക്ക് നമ്മൾക്ക് ഇതിൽ കൂടുതൽ ആളിൽ ഇരിക്കാൻ പറ്റും. കാരണം ഇത്ര വലിപ്പമുള്ള വണ്ടിയിൽ ബാക്കിൽ സീറ്റ് ഇത്തിരി കൺജസ്റ്റഡ് ആയി പോയി എന്ന് തന്നെ പറയാം. ഇന്നോവയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത്രയ്ക്കും ഈ സംഭവം ഇത്രയും വരില്ല, നമുക്ക് ഇങ്ങനെ കൈ വയ്ക്കാൻ പറ്റില്ല. ഇന്നോവയ്ക്ക് സൈഡിൽ നമ്മളെ ഇതൊക്കെ വെക്കാനായിട്ട്, ഗ്ലാസ്സൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ രീതിയിലുള്ളത് വന്നത്. ഇത്തിരി വൈഡായിട്ട് കൊടുത്തിട്ട് സീറ്റിനെ അങ്ങോട്ട് ചെറുതാക്കി കളഞ്ഞേക്കാണ് ബാക്ക് വശം. അപ്പോൾ ബാക്ക് ഡിക്കി സ്പേസ് നമുക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത് സബ് ഊഫറിൻ്റെ സംഭവം. ഇത് ഫുൾ ഓപ്ഷൻ വാങ്ങുന്നവർക്ക് ഇവിടെ സബ് ഊഫർ JBL വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് വരുന്നില്ല. നമ്മൾക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ ടൂൾസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ഒക്കെ വീട്ടിലിരിക്കുകയാണ്. ഇവിടെയാണ് ടൂൾസും കാര്യങ്ങളും, ജാക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. നമ്മൾക്ക് സ്പേസ് ഇത്തിരി കൂടുതലാണ്, ലഗേജുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, അതിനെ വലിക്കാം, അതിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇവിടെയും മാറ്റാം. ഇത്ര സ്പേസ് കിട്ടിയിട്ടോ, ഇത്ര സ്പേസ് ആയില്ലേ. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇതിനെ മാറ്റി ഇതിനങ്ങോട്ട് ഇട്ടു, നമ്മൾ കിടക്കാം. അതിനുള്ള സ്പേസ് ഇറങ്ങി. ഇപ്പോൾ ഒരു ടാക്സിക്കാരാണ് നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ, നമ്മൾ വല്ലയിടത്തും റൂമിൻ്റെ താഴെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു തലവണയും ഉണ്ടെങ്കിൽ AC ഇട്ടിട്ട് സിമ്പിളായിട്ട് കിടക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് അതൊക്കെ ഉണ്ട്. അതല്ല ഓവറായിട്ട് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റും. നമ്മൾ ഫ്രണ്ട് സൈഡിലെ ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല ഒതുങ്ങിയ ഡാഷ്ബോർഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല രസമായിട്ട് തോന്നിയിട്ടായിരിക്കും, പക്ക കംഫർട്ടായിട്ടിരിക്കും. പിന്നെ നമുക്ക് സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ വിൻസ് ഉണ്ടല്ലോ, ഈ ഒരു പുറം ഭാഗം ഇരിക്കല്ലേ, ഈ പുറം ഭാഗത്തിന് ഇങ്ങനെ അടുപ്പിക്കാനായിട്ട് പറ്റിയ വണ്ടി കാണിച്ചത്. നമുക്ക് ക്യാമറയിൽ വ്യക്തമാണോന്ന് അറിയില്ല, ഇങ്ങനെ അടുത്ത് വരും ആ സീറ്റിംഗ് കംഫർട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ സീറ്റുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് അടുത്ത് വരും. പിന്നെയെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒതുങ്ങിയ ഡാഷ്ബോർഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ക്ലാസിക്കൽ ടൈപ്പ് ഒരു ക്ലോക്ക് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീരിയോ ഉണ്ടായില്ല, സ്റ്റീരിയോ നമ്മൾ ആഡ് ചെയ്തു. നമ്മുടെ AC കൺട്രോൾ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ. സെൻറ്റർ ലോക്കിൻ്റെ സ്വിച്ച് നമ്മൾക്ക് ലോക്ക് സെറ്റ് തുറക്കണത് ഇവിടെയുണ്ട്. സ്വിച്ച് ലോക്കാക്കുക, അൺലോക്കാക്കുക കാര്യങ്ങൾ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പെട്രോളൊക്കെ അടിക്കണമെങ്കിൽ ഇവിടെ അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്താൽ മതി, പെട്രോളിൻ്റെ ക്യാപ്പൊക്കെ തുറക്കും. അങ്ങനെയാണ്. ഇവിടെ ഒരു ഫോൺ വയ്ക്കാം. ഈ ഗ്ലോ ബോക്സ് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട്. അതിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ വലിയ ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചില്ല. ആ സംഭവം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഈ ഇതാണ് 2 സ്റ്റഡ്, അതായത് സിംഗിൾ ഷോക്ക് അപ്സർ 2 വന്നിട്ടുണ്ട്. സ്പ്രിങ് വന്നിട്ടുണ്ട്. ആക്സൽ ക്രോസ് ബാർ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു ക്രോസ് ബാർ പോയിട്ടുണ്ട്.
ആണ്. അപ്പോൾ ഒരുപാട് ക്രോസ് ബാറുകൾ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിനെ വലിച്ചു പിടിച്ച് നിർത്താമെന്നുള്ള രീതിയിലുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തതിന്. ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ട്, അതായത് നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഇത് ചെയ്യണമെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എഞ്ചിൻ എന്ന് പറയുന്നത് വാരിക്കോർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സിമ്പിളായിട്ടുള്ളൊരു എഞ്ചിനാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് ആ ഒതുക്കം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു എഞ്ചിനാണ് വാരിക്കോർ എഞ്ചിൻ. പവറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സിംഗിൾ ടച്ചിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ വേറെ മറ്റേ ഇപ്പോൾ ഫ്രണ്ട് മാത്രമല്ല എല്ലാ വണ്ടികൾക്കും നടക്കുള്ളൂ. ഇത് കണ്ടോ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ രണ്ടാളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഒരു റിജിഡ് സസ്പെൻഷൻ ആയിരിക്കും. ഒരു ചെറിയ ആട്ടമുണ്ടാവും, അതായത് അത്രയും ആളുള്ളില്ല, വെയിറ്റ് ഉള്ളില്ല എന്നുള്ള രീതിയിലുള്ളത്. വേറെ എനിക്ക് ഓടിക്കേണ്ട കാര്യത്തിൽ, വണ്ടി ഓടിക്കേണ്ട കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ സ്പീഡ് എത്തണമെങ്കിൽ തന്നെ എനിക്കിപ്പോൾ സ്പീഡിൽ പോകാനായിട്ട് പറ്റില്ല. കാരണം കർഫ്യൂ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഈ പറമ്പിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാനൊക്കെ എടുക്കുന്നത്. അതാണ് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് 100 എത്തുന്ന നമ്മൾക്ക് 100ൻ്റെ ഫീൽ ഇന്നർ സൈഡിൽ അറിയാനായിട്ട് പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റില്ല, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആര്യയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻസ് ഇട്ടവർക്ക് അവർക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും